ഓഹോ, ഇത്രയും ഉറുമ്പുകൾ എന്തിനാ ഇങ്ങോട്ട് വന്നത്? വിശന്നിട്ട് വന്നതാവും, ഭക്ഷണം കിട്ടാതെ. കഴിക്കാൻ എന്തെങ്കിലും കൊടുക്ക. എന്റെ വീട്ടിൽ വന്നവരാരും വിശന്നിട്ട് ഇവിടുന്ന് പോവാൻ പാടില്ല. എന്താ പറ്റിയേ? ഈ റോക്കറ്റ് പോകുന്ന പോലെ എന്തിനാ പോകുന്നേ? ഞാൻ ഇവറ്റകൾക്ക് കൊടുക്കാനുള്ള ഭക്ഷണം എടുക്കാൻ പോയതാ. അപ്പോഴത്തേക്കും കണ്ടില്ലേ, എന്റെ കൈയൊക്കെ കടിച്ചു കളഞ്ഞു. വിശന്നിട്ടാവും കടിച്ചത്. ഒരു സമൂസ എനിക്ക് കഴിക്കാൻ വേണ്ടി വെച്ചിരുന്നതാ. അത് ഞാൻ ഇവറ്റകൾക്ക് കൊടുക്കാം. സമൂസ കഴിക്കും പിള്ളേരെ. അപ്പൊ നമ്മളെ ശത്രുക്കളുടെ കയ്യിൽ നിന്നും മോട്ടു പത്ലു രക്ഷിക്കുമെന്നാണ് നിങ്ങൾ പറയുന്നത്? അതെ മഹാറാണി, അവര് വലിയ ധൈര്യശാലികളാണ്. അവരെല്ലാവരെയും സഹായിക്കും. പക്ഷെ നമ്മുടെ ചെറിയ ലോകത്തിൽ മനുഷ്യന്മാരെ എങ്ങനെ കയറി വരാ? എന്റെ അടുത്തൊരു മരുന്നുണ്ട്. അത് കുടിച്ചിട്ട് ഞാൻ മോട്ടു പത്ലുവിനെ കടിച്ചാൽ അവർ രണ്ടുപേരും നമ്മളെ പോലെ ചെറുതായി പോകും. സിംഗൂരിൽ നിന്ന് രക്ഷപ്പെടാൻ നമുക്ക് വേറെ വഴിയൊന്നുമില്ല. ഡോക്ടർ ആൻസ്, വേഗം പോകും. പോയി മോട്ടു പത്ലുവിനെ കൂട്ടിക്കൊണ്ടുവരൂ. ഇത് തന്നെയായിരിക്കും വീട്. പത്ലു എഴുതേക്ക്, കണ്ടില്ലേ നമ്മളിതെവിടെ വന്നിരിക്കുന്നെന്ന്? നമ്മളെ വീട്ടിലല്ലേ കിടന്നത്, ഇതിപ്പോ എവിടെയാ? ഇതാ വന്നു, ഇതാ വന്നു, ഇതാ വന്നു. എന്റെ അമ്മ, ഇത്രയും വലിയ ഉറുമ്പ് ഇത് എവിടുന്നാ വന്നത് പത്ലു? ഇത് ശരിക്കും നമ്മുടെ സൈസ് ആണല്ലോ. ഉറുമ്പുകള് വലുതായതല്ല, നമ്മള് ചെറുതായതാ. ഇത് വല്ല പകൽ സ്വപ്നമാണോ? നമുക്ക് ഉറങ്ങാം. അതെ, ഇതൊരു സ്വപ്നമൊന്നുമല്ല, ഇത് സത്യം തന്നെയാണ്. ഞാൻ നിങ്ങളെ ചെറുതാക്കിയതാണ്. എന്റെ അമ്മ, നമ്മളെ ഉറുമ്പാക്കിയേ. ഇതിപ്പോ എന്താ പറ്റിയ നമുക്ക്? ഞങ്ങളെ എന്തിനാ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? ഞാൻ പറയാം, ഞാൻ ഉറുമ്പുകളുടെ മഹാറാണിയാണ്. ഏറ്റവും ദുഷ്ടന്മാരായ ജിങ്കുര ഞങ്ങളുടെ പ്രജകളെ പിടിച്ചോണ്ട് പോയി തിന്നുകയാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് നിങ്ങളുടെ സഹായം ആവശ്യമാണ്. അതിന് ഞങ്ങൾക്കിപ്പോ സൗകര്യമില്ലെങ്കിൽ നിങ്ങളിപ്പോ എന്താ ചെയ്യാ? ഞാൻ നിങ്ങളെ ഇനി വലുതാകാൻ സഹായിക്കില്ല. അങ്ങനെ ചെയ്താൽ സിംഗൂറ നിങ്ങളെ തിന്നുകളയും. ഞങ്ങൾ തയ്യാറാണ്. ഞങ്ങളൊന്ന് പ്ലാൻ ചെയ്തോട്ടെ. പത്ലു, നിനക്കറിയാലോ, വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ല എന്നുള്ള കാര്യം. പെട്ടെന്ന് നല്ലൊരു ഐഡിയ ആലോചിക്ക്. ഐഡിയ? വേഗം വാ, ഓടിപ്പോകാം. നിങ്ങളെ രണ്ടുപേരെയും ഞാനിങ്ങനെ ഓടിപ്പോവാൻ സമ്മതിക്കില്ല. ഓടി രക്ഷപ്പെടാൻ നോക്കിയതല്ല, ജോഗിങ് ചെയ്തോണ്ടിരിക്കുക. യുദ്ധത്തിന് തയ്യാറെടുക്കുന്നതിന് മുമ്പ് ഞങ്ങൾ ശരീരം ഒന്ന് ഫിറ്റ് ആക്കുന്നത് പതിവാണ്. ദൈവമേ, മോട്ടോ പത്ലു, all the best.
ഓ ഡോക്ടർ ആൻസ്, നിങ്ങൾ എന്താ ഓടിയില്ല? ഇവിടുന്ന് ഓടിപ്പോകേണ്ട ആവശ്യം എനിക്ക് ഇപ്പൊ ഇല്ല. മോട്ടുവും പത്ലുവും എന്റെ കൂടെ ഉള്ളപ്പോ ഞാൻ ആരെയും പേടിക്കേണ്ട ആവശ്യമില്ല. ഈ മോട്ടു പത്ലു ആരാ? ചെല്ല്, നീ തന്നെ അവരോട് പോയി ഏറ്റുമുട്ട്. അവരാ മരത്തിന്റെ പുറകിലിരുന്ന് നിന്നെ മേളിലേക്ക് അയക്കാനുള്ള പ്ലാനിങ് ചെയ്തുകൊണ്ടിരിക്കുക. പത്ലു വേഗം ഓടിക്കോ ഓടിക്കോ. ജഗത്താന്റെയും കടലിന്റെയും നടുവിലായതുപോലെയായി. ഈ ഡോക്ടർ നമ്മളെ വെള്ളം കുടിപ്പിച്ച് അടങ്ങുന്ന തോന്നുന്നത്. മോട്ടു പത്ലു, എവിടെയാണ് നിങ്ങൾ? സിംഗൂരയോടെയാണോ നിങ്ങളുടെ വെല്ലുവിളി? നേരിട്ട് വാ. വാ, നമുക്ക് ആ ഉറുമ്പിന്റെ വീടിനകത്തേക്ക് പോകാം. അവിടേക്ക് എന്തായാലും ഈ സിംഗൂര വരില്ല. എവിടെയാണ് നിങ്ങൾ? മോട്ടു പത്ലു, പിടിച്ചു. മുകളിലുള്ള ദൈവങ്ങളെ രക്ഷിക്കൂ. അമ്മ, രക്ഷിക്കണേ. എന്നിൽ നിന്നും നിങ്ങൾക്ക് രക്ഷപ്പെടാനാവില്ല. ഒന്ന് പറയണേ. സോറി, എക്സ്ക്യൂസ് മീ. നമ്മളിത് എവിടെയാ എത്തിപ്പെട്ടത്? മോട്ടു പത്ലു, ഞാനിതാ എത്തിക്കഴിഞ്ഞു. പോയവൻ താങ്ക് യു വല്യേട്ടോ. രക്ഷിക്കണേ. രക്ഷപ്പെട്ടു. ഇതുവരെ നമ്മള് രക്ഷിക്കാന്ന് പറഞ്ഞപ്പോ നമ്മളെ രക്ഷിച്ചു. ഇപ്പൊ നമ്മള് വലയിൽ കുടുങ്ങിയിരിക്കുക. മോട്ട് വേഗം എന്തെങ്കിലും ഒന്ന് ചെയ്യേ. ഒരു ഭാഗത്ത് ചിങ്കൂര വരുന്നുണ്ട്, മറുഭാഗത്ത് ചെലന്തിയും. വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞൂടെ? നീ തന്നെ ആലോചിക്ക്. എന്റെ പൊന്നു മോട്ടു പത്ലു, നിങ്ങൾ എന്തിനാണ് ഇവിടെ ഓടിയത്? ഐഡിയ, ഞങ്ങൾക്കും ചിറകുകൾ തന്നേക്ക്. പിന്നെ ഞങ്ങൾ ഓടുകയില്ല, പറന്നു പോയി അവരുടെ കഥ കഴിച്ചിട്ട് വരാം. നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ ഞാൻ ചെയ്യാം. നിനക്ക് തരാം. നിങ്ങൾ രണ്ടുപേരും ഏറ്റുമുട്ടാൻ തയ്യാറായിക്കോ. ചിറകുകൾ വരാൻ പോവാണ്. സിംഗൂറ എന്നെ നോക്കി വന്നോണ്ടിരിക്കുക. എന്നെ പിന്നെ കാണാം. പൊളിച്ചേ, നമ്മുടെ പുറകില് ചിറക് വന്നേ. എന്നാ പിന്നെ വേഗം പറന്നോ. ഈ ചെലന്തി വിശന്ന് വലഞ്ഞ് വരിക. ഇത് എങ്ങനെയാ പറക്കുക? എന്റെ അടുത്ത് വരൂ, ഞാൻ നിങ്ങളെ പറക്കാൻ പഠിപ്പിക്കാന്നേ. എന്റെ മുകളിലുള്ള ദൈവങ്ങളെ രക്ഷിക്കൂ. ആരെങ്കിലും ഒന്ന് താഴോട്ട് വരണേ. എന്റെ കാവിലമ്മേ. എന്താ 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 ഇത് എങ്ങോട്ടൊക്കെയാ പറക്കുന്നേ? ഓ, അല്ല, ഇതെന്താ പറ്റിയത്? ഓ, ഇത് തലതിരിഞ്ഞൊക്കെയാണല്ലോ പറക്കുന്നത്. പറക്കുന്നത് അത്ര എളുപ്പമുള്ള പണിയല്ല. ഇത് എങ്ങനെയാണെന്നൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. ഇടത്തോട്ടും വലത്തോട്ടും എങ്ങനെയാ പോകുന്നേ? നിങ്ങൾക്ക് എങ്ങോട്ടാണോ പറക്കേണ്ടത് അതിനെ കുറിച്ച് ചിന്തിച്ചാൽ മാത്രം മതി. ഈ ചിറകുകൾ നിങ്ങളെ അവിടേക്ക് എത്തിക്കും. ഇത് നിങ്ങളുടെ ചിന്തയുടെ ഒരു ഭാഗമായി മാറണം. പത്ലു, നമുക്കിനി നേരെ പറക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കാം. ഓക്കേ. നിങ്ങളെ വിടില്ല, വിടാൻ പോകുന്നില്ല. മോട്ടോ, ഇതാ ഒരു കാട്. വാ, നമുക്ക് അതിൽ പോയി ഒളിച്ചിരിക്കാം. വേണ്ട, നേരെ പോകുന്നതിനെ കുറിച്ച് ചിന്തിക്കൂ. ഇങ്ങനെ തലതിരിഞ്ഞ് പോവാതെ. എന്തായി കാണിക്കുന്നത്? നേരെ പോട്ടെ, നേരെ. മോട്ടു പത്ലു പറക്കാൻ എക്സ്പേർട്ടായി. രക്ഷിക്കണേ. എന്റെ ഇര ഇതാ എന്നെ തേടി വരുന്നുണ്ട്. രക്ഷിക്കണേ.
മോട്ടു വേഗം എന്തെങ്കിലും ഒന്ന് ചെയ്യേ. വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞൂടെ? നീ തന്നെ എന്തെങ്കിലും ആലോചിക്കേ. ഐഡിയ അതൊറ്റയ്ക്കാണ്. നമ്മള് രണ്ടുപേരുണ്ട്. വേഗം ശക്തിയായി പറഞ്ഞോ. അതിനെ നമ്മുടെ കൂടെ കൊണ്ടുപോരെ. രക്ഷിക്കണേ, ആരെങ്കിലും ഒന്ന് രക്ഷിക്കണേ. വലിച്ചോ വലിച്ചോ വലിച്ചോ, ആഞ്ഞു വലിച്ചോ. മോട്ടു പത്ലു രക്ഷിക്കൂ എന്റെ അമ്മേ. മോട്ടു പത്ലു, നിങ്ങൾ ഞങ്ങളെ ഒരുപാട് സഹായിച്ചു. അവരെ തോൽപ്പിക്കാൻ വേണ്ടി നിങ്ങൾ രണ്ടുപേരും ഒത്തിരി കഷ്ടപ്പെട്ടു. നിങ്ങൾ ശരിക്കും ധൈര്യശാലികളാണ്. ഈ സഹായം ഞങ്ങൾ ഒരിക്കലും മറക്കില്ല. ഡോക്ടർ ആഡ് ഇവരെ വീണ്ടും പഴയ രൂപത്തിൽ മാറ്റൂ. നിങ്ങളുടെ ഉത്തരവ് പോലെ മഹാറാണി. സിംഗൂരായിട്ട് ഓടിച്ചു വല്ലാതെ വിശപ്പായി പോയി. എന്നാ പിന്നെ വയറ് നിറയുന്നത് വരെ സമൂസ കഴിക്കാം. നിങ്ങൾ രണ്ടുപേരുമാണോ വീരന്മാരായ മോട്ടുവും പത്ലുവും? നിങ്ങൾ രണ്ടുപേരുമല്ലേ സിംഗൂറയെ കൊന്നത്? അതെ അതെ, ഞങ്ങളാണ് ആ ധൈര്യശാലികൾ. കൊള്ളാലോ, അപ്പോഴത്തേക്ക് ഞങ്ങളുടെ ഈ വീരശൂര പരാക്രമങ്ങൾ എല്ലാവരും അറിഞ്ഞോ? ഇവരാണ് നമ്മുടെ സിംഗൂറയെ കൊന്നത്. ഇവരെ ഒരിക്കലും വിടാൻ പാടില്ല. ആക്രമിക്കൂ.